ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അനി ബാൽക്കണി തന്നെ നോക്കി നിൽക്കുകയാണ്. ഗോവിന്ദനും കനകയൊക്കെ വരുന്ന കാറിനായിട്ട് തന്നെ. അപ്പോൾ കാറിൽ നിന്ന് ആരൊക്കെ ഇറങ്ങുന്നുള്ള ആകാംക്ഷയിലാണ് അനി. അന്നേരത്തേന് ഗോവിന്ദനും കനകയും ആദ്യം ഇറങ്ങും. അത് കഴിയുമ്പോഴത്തേന് നന്ദു ഇറങ്ങുന്നുണ്ട്. നന്ദുവിനെ കണ്ടു കഴിയുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് അനിക്ക്. അന്നേരം വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് കനക ഗോവിന്ദനോട് പറയുന്നുണ്ട്, നമ്മൾ ഇന്ന് നവ്യമോളെ കൊണ്ടുപോകാൻ വേണ്ടി മാത്രമല്ല വന്നിരിക്കുന്നത്, നമ്മുടെ നയനമോളുടെയും അവളുടെ അമ്മായിയമ്മയുടെയും കൂടെ കള്ളക്കളിയും കൂടെ തിരിച്ചറിയാൻ വേണ്ടിയാണ്. അത് നമ്മൾ കണ്ടുപിടിക്കണമെന്ന് പറയും. അന്നേരത്തേന് ഗോവിന്ദൻ പറയുന്നുണ്ട്, ഇനി SI ആകാൻ പോകുന്ന ഇവളോട് തന്നെ പറഞ്ഞാൽ മതിയേ ഇതൊക്കെ കണ്ടുപിടിക്കാൻ. അന്നേരം കനക പറയാണ്, ആരൊക്കെ ഉണ്ടായാലും ഇതിൻ്റെ സത്യാവസ്ഥ ഞാൻ തന്നെയല്ലേ ആദ്യമേ കണ്ടുപിടിച്ചത്, അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ എനിക്കാണെന്ന്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, കഴിഞ്ഞൊരു ദിവസം ചേച്ചി എൻ്റെ ഒരു ഫോൺ നമ്പർ ആരുടേതാണെന്ന് ചെക്ക് ചെയ്യാനായിട്ട് തന്നിരുന്നു. അന്നേരം ദേവയാനി എന്നുള്ള നമ്പറിൽ നിന്നാണെന്നാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. അന്നേരം എനിക്ക് ഡൗട്ട് അടിച്ചതാണ്. പിന്നെ ഞാൻ അതിൻ്റെ പുറകെ പോയില്ല എന്ന് മാത്രമേ ഉള്ളെന്ന് നന്ദു പറയും. എന്തായാലും നമ്മൾ ഇന്ന് രണ്ടുപേരുടെയും മുഖത്ത് തന്നെയായിരിക്കണം നമ്മുടെ ശ്രദ്ധ, നമുക്കത് കണ്ടുപിടിക്കുക തന്നെ വേണമെന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ കയറിയകത്തേക്ക് പോവുകയാണ്. ഇവരകത്തേക്ക് ചെല്ലുമ്പോഴത്തേനും നവ്യയ്ക്കും നയനയ്ക്കൊക്കെ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ആദർശം സന്തോഷത്തിലാണ്. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അവിടുന്ന് ഉടനെ ഇവരെ കാണുമ്പോൾ എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ട് ഇവരെ സ്വീകരിച്ചിരുത്തുകയാണ്. എല്ലാവരും ഞങ്ങളെ നോക്കിയിരുന്നു മടുത്തോന്നൊക്കെ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല, ഇവിടെ പ്രധാനപ്പെട്ട ഒരാൾ ഇതുവരെ എത്തിയിട്ടില്ലെന്ന് പറയും. അതാരാന്ന് ചോദിക്കുമ്പോഴത്തേന് പറയുകയാണ്, വേറെ ആരാ, അഭി തന്നെ പുറത്തേക്ക് മുല്ലപ്പൂ മേടിക്കാനാന്ന് പറഞ്ഞു അങ്ങോട്ട് പോയതാണ്, ഇതുവരെ വന്നില്ലെന്ന് പറയും. അപ്പോൾ കനക നവ്യോട് ചോദിക്കുന്നുണ്ട്, മോളെ എന്നാലും അവൻ എവിടെ പോയതാന്ന്. മുല്ലപ്പൂ മേടിക്കാനാ പോയെന്നാ പറഞ്ഞമ്മേ, ആർക്കറിയാം, എനിക്കറിയത്തില്ല എന്ന് നവ്യ മറുപടി പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്ത് പറയാനാ, എൻ്റെ കൊച്ചുമക്കളിൽ ഏറ്റവും തലതിരിഞ്ഞു പോയവൻ അവൻ മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും ഇങ്ങനത്തെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നെന്ന്. അപ്പോൾ ജലജ അത് ഏറ്റുപിടിക്കുന്നുണ്ട്, അതിനിപ്പോൾ എന്താ, ഇവരിങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ, അവനിങ്ങി വന്നോളും, ഒരുപാട് സമയമൊന്നും പോയില്ലല്ലോ എന്നൊക്കെ പറയും. അപ്പോഴത്തേനും മുത്തശ്ശൻ വഴക്ക് പറയുന്നുണ്ട്, നിനക്ക് നിൻ്റെ മകനെ അടക്കി നിർത്താൻ പറ്റത്തില്ലായിരുന്നു, ഈ സമയത്താണോ പുറത്തൊക്കെ വിടുന്നതെന്നൊക്കെ ചോദിച്ച് വഴക്ക് പറയും. കനക അപ്പം ദേവയാനിയെ നോക്കി ചോദിക്കുന്നുണ്ട്, ആദർശമോൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്, കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേന്ന്. ഉടനെ ദേവയാനി ഗൗരവത്തിൽ പറയുന്നുണ്ട്, എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, ഇപ്പം നിങ്ങളുടെ മകൾക്ക് വേണ്ടി ഇച്ചിരി കഷ്ടപ്പെടുന്ന കാരണം എനിക്കുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളെന്ന് പറയും. അപ്പം ഗോവിന്ദൻ പറയും, ഞങ്ങളുടെ മോൾക്ക് അങ്ങനെ അടുക്കളയിൽ കയറുന്നതിനോ പണികൾ ചെയ്യുന്നതിനോ ഒന്നും ഒരു മടിയുള്ളതല്ല, അവൾ ചെയ്തോളുകയില്ലേ പണിയൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരത്തേന് ദേവയാനി പറയുന്നുണ്ട്, അവളെ അടുക്കള കയറ്റാനൊന്നും പറ്റത്തില്ല, അവൾ ഒരിക്കൽ അടുക്കള കയറിയ കാരണമാണ് ഞാൻ അന്ന് ഹോസ്പിറ്റലിലായത്, അത് കാരണം ഇനി അവളെ അടുക്കള കയറ്റുന്ന കാര്യമേ ഇല്ലെന്ന്. അത് കേൾക്കുമ്പോഴത്തേന് ഗോവിന്ദനും കനകയ്ക്കും നന്ദുവിനും ഒക്കെ ചിരി വരുന്നുണ്ട്. നയനയും ഒന്ന് ചെറുതായിട്ടൊക്കെ ചിരിക്കുന്നുണ്ട്. പക്ഷേ ആദർശിനൊന്നും കാര്യം മനസ്സിലാകാത്ത കാരണം ആദർശ് ഇങ്ങനെ സങ്കടപ്പെട്ട അമ്മയെ നോക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും ദേവയാനി ഇങ്ങനെ നോക്കുകയാണ്. അവൾ എന്തായാലും ഒരു പ്രത്യുപകാരം തിരിച്ച് ചെയ്തായിരുന്നല്ലോ എന്ന് മുത്തശ്ശനപ്പോൾ പറയുന്നുണ്ട്. അപ്പം ദേവയാനി എടുത്ത് ചോദിക്കുന്നുണ്ട്, എന്ത് പ്രത്യുപകാരമെന്ന്. അപ്പോൾ ആരും ഒന്നും മിണ്ടാനൊന്നും പോകുന്നില്ല. അതിനിടെ സന്തോഷത്തോടെ അനി ഇറങ്ങി വരുന്നുണ്ട്. അനിയെ കണ്ടു കഴിയുമ്പോഴത്തേനും നന്ദുവിനും സന്തോഷമാണ്. നന്ദു അനിയെ നോക്കി ചിരിച്ചൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് ബാക്കിയുള്ളവരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ഉടനെ അനി നോട്ടം വേറെ ഇങ്ങോട്ടോ മാറ്റുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, നിൻ്റെ ഭാര്യയും അവരുടെ വീട്ടുകാരും വരത്തില്ലെന്ന്. അപ്പോൾ അനിയൊന്നും മിണ്ടാതെ അങ്ങ് നിൽക്കും. എന്നിട്ട് പറയും, എനിക്കറിയത്തില്ലെന്ന് പറയും. അതെങ്ങനെ നിനക്കറിയത്തില്ലാത്തത്, നിൻ്റെ ഭാര്യയും വീട്ടുകാരും അല്ലേ, അപ്പം ഇവിടെ ബാക്കിയുള്ളവർക്കാണോ അതറിയാവുന്നതെന്ന് മുത്തശ്ശി ചോദിക്കും. അപ്പോൾ അജയൻ പറയുന്നുണ്ട്, ഞാൻ വിളിച്ചതായിരുന്നല്ലോ, ജാനകിയും വിളിച്ചതായിരുന്നു അവരുടെ അച്ഛനെയും അമ്മയൊക്കെ, എന്നിട്ട് അവർ വരാതിരുന്നത് ശരിയായില്ല എന്നൊക്കെ പറയുന്നുണ്ട്. മുത്തശ്ശി അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇനി അടുത്തതായിട്ട് ആരാ ഇവിടെ വിശേഷം അറിയിക്കാൻ പോകുന്നത്. ഇപ്പം നവ്യമോളുടെ 7ാം മാസം നടത്തിയ പോലെ തന്നെ അടുത്ത് തന്നെ ഒരു 7ാം മാസം നടത്തേണ്ടതുണ്ട്, നിങ്ങളിൽ ആരുടെ ഭാര്യയെ ഇനി വിശേഷം അറിയിക്കുന്നതെന്ന് ചോദിച്ച് അനിയെയും ആദർശിനെയും നോക്കുന്നുണ്ട്. അപ്പോൾ ആദർശിനും നയനയ്ക്കും നാണമൊക്കെ വരുന്നുണ്ട്. പക്ഷേ അനിക്ക് അത് കേൾക്കുന്ന പോലും ഇഷ്ടപ്പെട്ടിട്ടില്ലായിട്ട് വെറുപ്പോടെ തന്നെയാണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. അന്നേരത്തേന് ജാനകി പറയുന്നുണ്ട്, അതെങ്ങനെ ശരിയാകാനാ, അതിവനോട് ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ല, ആദ്യം ഇവൻ അനാമികമോളെ ഒന്ന് സ്നേഹിച്ചു തുടങ്ങണ്ടേന്ന്. അവനെ ജലജയും പറയും, ശരിയാ, തിരിച്ച് അനാമികമോൾക്കും ഇവനോട് സ്നേഹമൊന്നുമില്ല, പരസ്പര സ്നേഹം ഉണ്ടെങ്കിലല്ലേ കാര്യമുള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേന് മുത്തശ്ശൻ എല്ലാവരെയും വഴക്ക് പറയുന്നുണ്ട്. ഈ സമയം അനാമികയുടെ വീട്ടിൽ അനാമികയ്ക്ക് ആകെ ടെൻഷനായിട്ടിരിക്കുകയാണ്. നന്ദു അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ആ ഫംഗ്ഷന് വരുമെന്ന് ഒട്ടും വിചാരിച്ചില്ലായിരുന്നു അനാമിക. അന്നേരം പറയുന്നുണ്ട്, അവൾ കുളിയും കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വരുമെന്ന് ആരറിഞ്ഞെന്ന്. അന്നേരത്തേന് രേവതി പറയുന്നുണ്ട്, കുളി കഴിയുമ്പോഴാണ് എല്ലാവർക്കും അസുഖമൊക്കെ പിടിപെടുന്നത്, അപ്പോൾ അവൾ അറിഞ്ഞുകൊണ്ട് തന്നെ വന്നതായിരിക്കും എന്നൊക്കെ പറയും. ആർക്കറിയാം, അനി വിളിച്ച് വരുത്തിയതായിരിക്കും
വിചാരിക്കും അവളെ. ഞാൻ അവിടെ ഇല്ലാത്ത കാരണം ഇവർക്ക് തമ്മിൽ സംസാരിക്കാനൊക്കെ പറ്റുമല്ലോ. പിന്നെ ഞാൻ മനഃപൂർവ്വം പോകാതിരുന്നതാണ്. എനിക്കിവർ തമ്മിൽ നോക്കിയിരിക്കുന്നതൊന്നും കാണുന്ന ഇഷ്ടമല്ലാഞ്ഞിട്ടാന്ന് പറയും. മോളെ, നീ പോകാതിരുന്നത് ശരിക്കും മണ്ടത്തരമായിപ്പോയി. നീ ഇപ്പം പോകാതിരുന്ന കാരണം അനിക്കും നന്ദുവിനും കൂടെ കാണാനും സംസാരിക്കാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം നീയായിട്ട് ഒരുക്കി കൊടുത്തില്ലേ? അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? പോകണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രേവതി. അതെങ്ങനെയാണ്? അവൾ ഉടനെ തന്നെ എന്തെങ്കിലും ഉണ്ടായാൽ ഇങ്ങോട്ടിങ്ങി പോന്നോളും. ഞാൻ പറഞ്ഞതല്ലായിരുന്നോ അവിടെ തന്നെ നിൽക്കണമെന്നൊക്കെ എന്ന് പറഞ്ഞ് വേണുവും പറയുന്നുണ്ട്. പിന്നെ മോളെ, നീ ഇങ്ങനെ എപ്പോഴും ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നീ ഇവിടെ തന്നെ സ്ഥിരമായിട്ട് നിന്നോട്ടെന്ന് ചിലപ്പോൾ അവരങ്ങ് വിചാരിക്കും. പിന്നെ ഡൈവോഴ്സും പെട്ടെന്ന് തന്നെ കിട്ടുക തന്നെ ചെയ്യുമെന്ന് പറയും. പിന്നെ ഡൈവോഴ്സ് കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല, നല്ലൊരു കോമ്പൻസേഷൻ നിനക്ക് കിട്ടുമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് വേണുവും രേവതിയും കൂടെ. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അമ്മയും അച്ഛനും പറഞ്ഞില്ലേ അവനുമായിട്ടുള്ള ബന്ധമൊന്നും നിലനിർത്തിയില്ലെങ്കിലും അവിടുത്തെ സ്വത്ത് വേണമെന്ന്. അതിനുവേണ്ടി തന്നെ ഞാൻ അവിടെ നിന്നിരുന്നത്. പക്ഷേ ഞാൻ ഇങ്ങോട്ട് പോരാത്തതിന് കാരണം എന്നാണെന്ന് ചോദിച്ചാൽ, ഞാൻ അവിടുന്ന് ഡൈവോഴ്സ് ചെയ്ത് മേടിച്ച് പോന്നു കഴിഞ്ഞാൽ പിന്നെ ആ ചാൻസിൽ നന്ദു അവിടെ വന്ന് കയറും. അതുമാത്രം എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. അവരുടെ സ്വത്തിനേക്കാൾ കൂടുതൽ എനിക്കിപ്പം നന്ദു അവിടെ വരാതിരിക്കുന്നതാണ് പ്രാധാന്യം എന്നൊക്കെ പറയുന്നുണ്ട് അനാമിക. ഈ സമയം അനഘയോട് സംസാരിച്ചിരിക്കുകയാണ് അഭിക്ക് ആകെ ടെൻഷനാണ്. വീട്ടിലുള്ളവർ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. അഭി എന്നാലും ചോദിക്കുന്നുണ്ട് അനഘയോട്, നിനക്ക് എന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? അത് പറ, എനിക്ക് വീട്ടിൽ പോകണം, എല്ലാവരും എന്നെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്ന് പറയും. നീ എന്തായാലും ഇപ്പം പോകണ്ട, ഞാൻ പറയുന്നത് കേട്ടിട്ട് പോയാൽ മതിയെന്ന് അനഘയും പറയും. എന്താ നിനക്ക് പറ്റിയത്? നിൻ്റെ ജീവിതത്തിൽ എന്തായിരുന്നു പറ്റിയത്? നീ ഇനി വരുന്നില്ല എന്നുള്ള പരുവത്തിലല്ലേ ഇവിടുന്ന് പോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അഭി. അപ്പോൾ അനഘ പറയുന്നുണ്ട്, എനിക്ക് ഗൾഫിൽ വെച്ച് ഭയങ്കര തലവേദനയായിരുന്നു. ആ തലവേദന കൂടിയപ്പോഴത്തേനും ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് പോയി ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് എനിക്ക് ബ്രെയിൻ ട്യൂമറാണെന്ന്. അത് കാരണം എനിക്കിനി അധികം ആയുസ്സൊന്നുമില്ല. എൻ്റെ മോളെ എനിക്ക് അതിൻ്റെ അച്ഛനെ തന്നെ ഏൽപ്പിക്കണമെന്ന് തന്നെ വിചാരിച്ചാണ് ഞാൻ വന്നതെന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോഴത്തേനും അഭി ശരിക്കും ഞെട്ടുന്നുണ്ട്. അപ്പോൾ അനഘ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ കുഞ്ഞിനെ ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റത്തില്ല. വേണമെങ്കിൽ എനിക്ക് എൻ്റെ കുഞ്ഞിനെ എൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകാമായിരുന്നു. പക്ഷേ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അവളുടെ അച്ഛൻ ജീവിച്ചിരിക്കുമ്പം അച്ഛൻ തന്നെ അവളെ നോക്കുന്നതല്ലേ ഏറ്റവും നല്ലതെന്നൊക്കെ പറയും. എൻ്റെ കുഞ്ഞിനെ വല്ലവരെ ഏൽപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. അതുകൊണ്ട് നീ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. 7ാം മാസ ചടങ്ങിലുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തുന്നത് നയനയാണ്. അപ്പോൾ ദേവയാനി സന്തോഷത്തോടു കൂടി അടുത്ത് തന്നെ നിൽപ്പുണ്ട്. ഇതൊക്കെ നോക്കി ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അന്നേരമാണ് മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങോട്ട് വരുന്നത്. ഉടനെ മോഹം ഒന്ന് മാറ്റുന്നുണ്ട് ദേവയാനി. നയന ഇതൊന്നും ചെയ്യുന്നൊന്നും ഇഷ്ടമില്ല എന്നുള്ള പരുവത്തിലാണ് നോക്കി നിൽക്കുന്നത്. എന്നിട്ട് വീണ്ടും മുത്തശ്ശനും മുത്തശ്ശിയും ഗോവിന്ദനും കനകയും ഇരിക്കുന്നിടത്തോട്ട് വരുമ്പം കനകയും ഗോവിന്ദനും അങ്ങ് എഴുന്നേക്കും. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, നിങ്ങളുടെ മര്യാദയൊക്കെ എനിക്കറിയാം, എന്നാലും എന്നെ കാണുമ്പോൾ ഇങ്ങനെ എഴുന്നേക്കൊന്നും വേണ്ട കേട്ടോ ഗോവിന്ദ എന്ന് പറയും. അപ്പോൾ കനക പറയുന്നുണ്ട്, സാറിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരാ എഴുന്നേക്കാതിരിക്കുന്നത്? അത്രയും ബഹുമാനം തോന്നുന്ന ഒരാളല്ലേ എന്നൊക്കെ പറയും. ജലജയും ജാനകിയും അങ്ങോട്ട് വരുമ്പോഴത്തേന് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ജലജ നീ വിളിച്ചായിരുന്നു അവനെ? ഇത്ര നേരമായിട്ട് അവനിങ്ങ് എത്തിയില്ലല്ലോ. അവൻ മാത്രമുള്ളല്ലോ ഇനി എത്താൻ, എല്ലാവരും അതിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ. അന്നേരം അവനിങ്ങ് വരും, ഇപ്പം വരുമെന്നൊക്കെ ഉള്ള പരുവത്തിൽ പറഞ്ഞ് നിൽക്കുകയാണ് ജലജ. അന്നേരം അനിയും അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അനിയെ നോക്കി നന്ദു ഒന്ന് ചിരിക്കുന്നൊക്കെ ഉണ്ട്. അന്നേരം അത് ജലജയ്ക്കും ജാനകിക്കും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. നയന വന്ന് നവിയുടെ സാരിയും മാലയൊക്കെ ഒന്ന് നേരെയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കാണുമ്പോഴത്തേനും ജലജ പറയുന്നുണ്ട്, അവൾ നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ടല്ലോ, പിന്നെ നീ എന്തിനാ വീണ്ടും അതിനകത്ത് കയറി കൂടുതൽ ഒരുക്കമൊക്കെ പോകുന്നെന്ന്? അതിനെന്താ അവൾ ഒരുക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം? അതുകൊണ്ടല്ലേ മോൾ ഇത്ര സുന്ദരിയായിട്ട് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി വഴക്ക് പറയുന്നുണ്ട് ജലജ. ഗോവിന്ദനപ്പം പറയുന്നുണ്ട്, ഞങ്ങളുടെ മക്കൾക്ക് ഇവിടെ സുഖമാണെന്നൊക്കെ അറിയാം, എന്നാലും ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്, ഞങ്ങളുടെ നയനമോളെ അവരുടെ അമ്മായിയമ്മ സ്വന്തം മരുമോളായിട്ട് പരിഗണിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടെന്ന് പറയും. അപ്പോഴത്തേന് ദേവയാനി ഒന്നും അല്ലാത്ത പരുവത്തിലൊക്കെ നിൽക്കുന്നുണ്ട്. അന്നേരം എല്ലാവർക്കും അങ്ങ് സങ്കടമാകുന്നുണ്ട്. ശരിക്കും ഇവർക്ക് തമ്മിൽ സ്നേഹമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഓർത്ത്. പിന്നെ ഇവളുമാരെ ഇനി വെഞ്ചാമരം വീശണമെന്നായിരിക്കും ഇവർ പറഞ്ഞു വെക്കുന്നതെന്നുള്ള രീതിയിൽ ജലജ സംസാരിക്കുന്നുണ്ട്. അപ്പം ദേവയാനി പറയും, ഞാൻ ഇത്രയൊക്കെ പരിഗണിക്കത്തുള്ളൂ, ഇത് കൂടുതലൊന്നും പരിഗണിക്കാൻ എനിക്ക് പറ്റത്തില്ലെന്ന്. എന്നിട്ട് നയനെ നോക്കി ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കുന്നുണ്ട്. നയനയ്ക്കും ചിരിയൊക്കെ വരുന്നുണ്ട്. അന്നേരം നന്ദു മനസ്സിലോർക്കുന്നുണ്ട്, ചിരിച്ചോ, ഞങ്ങളെല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് തന്നെയാണ് വന്ന് നിൽക്കുന്നത്, അതൊന്നും അറിയാതെ നിൽക്കുക രണ്ടുപേരും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേന് ഇതുവരെയും അഭി വന്നില്ലല്ലോ എന്നുള്ളതാണ് പിന്നെയുള്ള ചർച്ച വരുന്നത്. അഭി എന്താ ഇത്ര നേരമായിട്ട് എത്താത്തത്? ഇവന് എവിടെ പോയതാണെന്നുള്ള രീതിയിൽ എല്ലാവരും വന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണല്ലോ. അപ്പോൾ അഭി
അനഘയുടെ മുമ്പ് ഇരുന്ന് പറയുന്നുണ്ട്, എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ ചെല്ലണം, അല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല, ചെന്നില്ലെങ്കിൽ എല്ലാവരും പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ പറയും. അവിടെ വന്നവരൊക്കെ അവിടെ വെയിറ്റ് ചെയ്യട്ടെ, അല്ലാതെ ഞാൻ എന്ത് പറയാനാ? എനിക്കിപ്പോൾ എൻ്റെ കാര്യങ്ങൾ അറിഞ്ഞാൽ മതി, എൻ്റെ കുഞ്ഞിനെ നീ സ്വീകരിക്കണം, അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി എന്നൊക്കെ പറയും. ഉടനെ അഭി പറയുന്നുണ്ട്, നിനക്ക് ഉണ്ടായ കുഞ്ഞിനെ എനിക്ക് ഭാര്യയായിട്ട് വരുന്ന പെൺകുട്ടി സ്വീകരിക്കുമോ എന്നൊന്നും എനിക്ക് അറിയത്തില്ലല്ലോ എന്ന് പറയും. അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല, നിൻ്റെ കുഞ്ഞാണ് എൻ്റെ കയ്യിലിരിക്കുന്നുള്ളത് തെളിയിക്കാൻ എന്നെക്കൊണ്ട് പറ്റും, അതുകൊണ്ട് നീ എൻ്റെ കുഞ്ഞിനെ സ്വീകരിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയും. എന്തായാലും ഞാൻ ഇപ്പം പോട്ടെ, ചെന്നില്ലെങ്കിൽ അത് പ്രശ്നമാകും, അതുകൊണ്ട് ഞാൻ പോയിട്ട് പിന്നീട് നിന്നെ വിളിക്കാമെന്ന് പറയും. എന്തായാലും എനിക്ക് അനുകൂലമായൊരു മറുപടി തന്ന് വേണം നീ എന്നെ വിളിക്കാമെന്ന് അനഘ പറയുന്നുണ്ട്. ഉടനെ അഭി പെട്ടെന്ന് ഫോണൊക്കെ എടുത്തുകൊണ്ട് ഓടിപ്പോവുകയാണ്. അന്നേരം അനഘ അവിടെ നിന്ന് കരയുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അഭിയെ കാണാത്തതിന് ശരിക്കും വെപ്രാളത്തിലാണ് ജലജ പറയുന്നുണ്ട്, ഇവൻ എവിടെ പോയി കിടക്കുകയാണെന്ന് ആർക്കറിയാം, ഇനി അതിൻ്റെ പേരിൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ. അന്നേരം ജാനകിയും പറയുന്നുണ്ട്, നീ ഒന്ന് വിളിച്ച് നോക്കാൻ വയ്യായിരുന്നു അവനെ, ഈ സമയത്താണോ അവൻ മുല്ലപ്പൂ മേടിക്കുന്ന കാര്യം പറഞ്ഞ് പുറത്തു പോയിരിക്കുന്നത്, ഇനി അതൊരു പ്രശ്നമാകും എന്നൊക്കെ പറഞ്ഞ് ഇവർ പുറത്തോട്ടിറങ്ങി വരുമ്പോഴത്തേന് മുത്തശ്ശി പറയുന്നുണ്ട്, എടി അവിടെ നിന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക, നീ നിൻ്റെ മകനെ ഒന്ന് വിളിക്കുക, അവൻ എവിടെയാണെന്ന് തിരക്കാൻ പറയും. അന്നേരം ഞാൻ വിളിച്ചായിരുന്നു, ഞാൻ പല പ്രാവശ്യം വിളിച്ചിട്ട് അവൻ എടുത്തില്ല എന്ന് പറയും. അന്നേരത്തേന് മുത്തശ്ശൻ പറയുന്നുണ്ട്, അവൻ ഈ ഫംഗ്ഷൻ ഇന്ന് വന്നില്ലെങ്കിൽ അവനെ ഇനി ഈ ജീവിതത്തിൽ ഈ വീട്ടിൽ കയറ്റത്തില്ല, ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേന് ശരിക്കും ഞെട്ടിപ്പോവുകയാണ് ജലജയും. നവ്യയും സങ്കടപ്പെട്ട് അങ്ങ് നിൽക്കുകയാണ്. പറയും, ഞാൻ ഏതാണ്ട് വീഴാറായെന്നുള്ള ഭാവത്തിലാണ് അവൻ നിൽക്കുന്നത്, പക്ഷേ ഞാൻ വീഴുന്നതിന് മുമ്പ് ചെയ്യേണ്ടതെല്ലാം ചെയ്തു വെച്ചിട്ട് മാത്രമേ ഞാൻ പോകത്തുള്ളൂ എന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേന് ശരിക്കും അങ്ങ് സങ്കടപ്പെട്ട് നിൽക്കുന്ന നവ്യയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.